കോഴിക്കോട് കുന്നമംഗലത്ത് മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച വ്യാജസിദ്ധനും സഹായിയും അറസ്റ്റിൽ. മലപ്പുറം കാവന്നൂർ സ്വദേശി അബ്ദുറഹ്മാനും കടങ്ങല്ലൂർ സ്വദേശി സഫൂറയുമാണ് പിടിയിലായത്. പോക്സോ കേസ് പ്രതികൂടിയായ അബ്ദുറഹ്മാൻ മറ്റു പലയിടങ്ങളിലും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. വയറുവേദനയ്ക്ക് ചികിത്സ നടത്താമെന്ന വ്യാജേനയാണ് ഡിസംബർ 9 യുവതിയെയും ബന്ധുക്കളെയും പ്രതി കുന്നമംഗലം മടവൂരിലെ ലോഡ്ജിലെത്തിച്ചത്. യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളെ മറ്റൊരു മുറിയിലാക്കിയ ശേഷമായിരുന്നു പീഡനം. വീട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ പ്രതിയുടെ സഹായിയായ സഫൂറയ്ക്കൊപ്പമാണ് യുവതിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയത്. ചികിത്സയുടെ പേരിൽ ദ്രാവകം നൽകി ബോധം കെടുത്തിയ ശേഷമായിരുന്നു അതിക്രൂരമായ ബലാത്സംഗം. കുന്നമംഗലം മടവൂരിൽ ഒരു ഭക്തിമതയായ സ്ത്രീയെ കുടുംബവുമായി എത്തിച്ച് കുടുംബത്തെ മറ്റൊരു റൂമിലാക്കി വയറുവേദനയ്ക്ക് ചികിത്സിക്കാമെന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദി നാട്ടുവൈദ്യനായ ഒരു കുട്ടി റൂമിൽ മറ്റൊരു സ്ത്രീയുമായി മറ്റൊരു റൂമിൽ പാർപ്പിച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസാണ്. പിന്നീട് വ്യക്തിമിൻ്റെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാത്രി തന്നെ 1-ാം പ്രതി അറസ്റ്റ് ചെയ്തു. മലപ്പുറം കാവന്നൂർ സ്വദേശിയാണ് പിടിയിലായ അബ്ദുറഹ്മാൻ. ഇയാളുടെ സഹായിയായ സഫൂറ മലപ്പുറം കടങ്ങല്ലൂർ സ്വദേശിയും. പരാതി ലഭിച്ചതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അരീക്കോട് നിന്നാണ് പ്രതിയെ കുന്നമംഗലം SHO S ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ കരിപ്പൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കേസ് നിലവിലുണ്ട്. ജനം, കോഴിക്കോട്.